ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലാസ്മേറ്റ് മലയാളം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങളാണ് അല്ലേ. മൂന്നാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 സെക്ഷൻസ് കഴിഞ്ഞ വീഡിയോയോടുകൂടി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവർക്കും യൂസ്ഫുൾ ആയിരിക്കട്ടെ, അവർ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ത്രികോണ ഭാഗങ്ങളാണ്. അതിൽ നമ്മുടെ ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് ഇതുപോലെ ഒരു വശത്തിന് സമാന്തരമായിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുമെന്ന് പറഞ്ഞു അല്ലേ. എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വൺ സൈഡ് ഡിവൈഡ്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്, മധ്യഭാഗം എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്. സോ ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ എ ബി സി. സോ ജസ്റ്റ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 പോയിന്റ് എടുക്കുന്നു. ഇതൊരു പോയിന്റ്, ഈ പച്ച വര വരച്ചിരിക്കുന്ന പച്ച വരയുടെ 2 അറ്റവും വരുന്ന പോയിന്റ്സ് പി ക്യൂ എന്ന് നമ്മൾ എടുക്കുന്നു. പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് എ. അടുത്ത ക്യൂ എന്ന് എ സി, മിഡ് പോയിന്റ് ഓഫ് എ സി. ക്യൂ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ് കേട്ടോ, മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സവിശേഷത എന്തായിരിക്കും? ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക? 1:1 അല്ലേ, 1:1. അതായത് 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക, എ സിയെയും ബി സിയെയും ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്കിവിടെ എഴുതിയാൽ എന്ത് പറയാം, പി സി ഈസ് ടു എ പി ഈക്വൽ ടു 1:1 ആയിരിക്കും. അതുപോലെ തന്നെ ക്യു സി ഈസ് ടു ബി ക്യു ഈക്വൽ ടു 1:1 ആയിരിക്കും. ഇതാണ് റേഷ്യോ. അപ്പോൾ ഈ 1:1 എന്ന് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ്, പി എ സിയുടെ ഈ പി സി ഈസ് ടു എ പി ഈക്വൽ ടു 1:1 എന്ന് പറഞ്ഞാൽ പി എന്താണ്, എ സിയുടെ മിഡ് പോയിന്റ് ആണ്. കാരണം ഇങ്ങോട്ടും ഒരേ അളവാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ, 1:1 വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇത് മൊത്തത്തിൽ എ സി 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പി സി എന്ത് വരും, 1.5, എ പി എന്തൊരു 1.5. ഇപ്പോൾ എ സി 6 സെൻറ്റിമീറ്റർ ആണെങ്കിലോ, ഇത് മൊത്തത്തിൽ 6 സെൻറ്റിമീറ്റർ ആയാലും എന്ത് സംഭവിക്കും, ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത്രയും എ പി എന്ത് വരും, 3 സെൻറ്റിമീറ്റർ, പി സി 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മിഡ് പോയിന്റ്സിന് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഇത് ഒരേ റേഷ്യോയിലല്ലേ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, ഒരു വശത്തിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്ത് ചെയ്യും, അത് മറ്റ് 2 വശങ്ങളെ, മറ്റ് 2 സൈഡ്സ് എന്ത് ചെയ്യും, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും അല്ലേ, ഒരേ അനുപാതത്തിൽ ഭാഗിക്കും. അതേ കാര്യം തന്നെയാണ് ഇവിടെ തിരിച്ചു വരുന്നല്ലേ, ഒരേ അനുപാതത്തിലല്ലേ ഭാഗിച്ചത്. അപ്പോൾ ഈ വര എന്തായിരിക്കും, ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു എ ബി ആയിരിക്കും കേട്ടോ. പി ക്യൂ ഈസ് പാരലൽ ടു എ ബി. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കളെ, ഏതെങ്കിലും 2 വശത്തിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര എന്തായിരിക്കും, മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും കേട്ടോ. അപ്പോൾ എനി ട്രയാങ്കിൾ ദ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി 2 sides വിൽ ബി പാരലൽ ടു ദ തേർഡ് സൈഡ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നോക്കൂ, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതേ മധ്യബിന്ദുവിലാണ്. മറിച്ച് ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ സമാന്തരമാണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. ഓക്കെ, in any triangle the line parallel to a side through midpoint of other side meets the third side also at the midpoint. On the other hand, in any triangle the line joining the midpoints of 2 sides is parallel to the third side. അപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ എന്താണ്, ഒരു ട്രയാങ്കിളിൽ ഒരു വശത്തിന് സമാന്തരമായി, വൺ സൈഡിന് പാരലായിട്ട് മറ്റൊരു സൈഡിൽ നിന്ന്, രണ്ടാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന വര എന്ത് ചെയ്യും, മൂന്നാമത്തെ വശത്തെ മിഡ് പോയിന്റിലായിരിക്കും ജോയിൻ ചെയ്യുക, മധ്യബിന്ദുവിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ത്രികോണത്തിലെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര
മൂന്നാമത്തെ വശത്തിന് സമാന്തരവുമായിരിക്കും. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നേരത്തെ ഒരു വശത്തിന്റെ മധ്യബിന്ദു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിൾ നോക്കിയാൽ 3 സൈഡ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഒരു ഗ്രീൻ ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനും പേര് കൊടുക്കാം ABC, PQ, ദിസ് R. അപ്പോൾ ഇതിൽ നോക്കിയാൽ AC എന്ന് പറയുന്ന വശത്തിന്റെ മിഡ് പോയിന്റ് ആണ് P, BCയുടെ മിഡ് പോയിന്റ് ആണ് Q, ABയുടെ മിഡ് പോയിന്റ് ആണ് R. ഇനി പറയുന്നത് ഇവ തമ്മിൽ എന്തെങ്കിലും, ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കണ്ടോ, ഈ PQ എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും? ഇത് മിഡ് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച വരായതുകൊണ്ട് നമുക്ക് നോക്കിയാൽ എന്താണ്, PQ എന്ന് പറയുന്ന ലൈൻ എന്താണ്, ABക്ക് പാരലാണ്. PR എന്ന് പറയുന്ന ലൈൻ എന്താണ്, ഇത് രണ്ടും ഈ P എന്ന് പറയുന്ന R എന്ന് പറയുന്ന ഈ സൈഡ്സിന് മിഡ് പോയിന്റ് ആണ്, അതിന് പാരലായിട്ട് വരുന്നവർ അല്ലേ. അപ്പോൾ ഇതിന് പാരലാണ്. അടുത്ത RQ എന്താണ്, ഏതിന് പാരലാണ്, ACക്ക് പാരലാണ് കേട്ടോ. നമുക്കിവിടെ എന്തൊക്കെ പറയാം, PQ is parallel to AB, PR is parallel to BC, അടുത്ത RQ is parallel to AC എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാലോ. നോക്കൂ, ഈ ട്രയാങ്കിൾസ് നോക്കുവാണെങ്കിൽ ഈ 4 ട്രയാങ്കിൾസ്, ഈ യെല്ലോ ട്രയാങ്കിൾ, ഗ്രീൻ, ബ്ലൂ, റെഡ്, മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, ഈ ട്രയാങ്കിൾസ് നോക്കിയാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ഈ 2 ട്രയാങ്കിൾ നോക്കാം. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾസിന് പേര് കൊടുക്കാൻ 1, 2, 3, 4. ഈ ട്രയാങ്കിൾസ് നോക്കിയാൽ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് 1ഉം 2 എടുത്താൽ തന്നെ ഈ സൈഡ് കണ്ടോ, ഞാനിപ്പോൾ വരച്ച സൈഡ്, ഈ സൈഡ് എന്താണ്, രണ്ടിലും കോമൺ അല്ലേ, രണ്ടിലും കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഓക്കെ, ഇനി നോക്കിയാൽ ഈ ലൈൻ എന്താണ്, ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദിസ് ലൈൻ അല്ലേ. പാരലാണ്. അപ്പോൾ ഈ പാരലായിട്ടുള്ള ലൈൻ എന്താണ്, ഈ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വരുന്ന ആംഗിൾസ് എന്താണ്, ഈക്വൽ അല്ലേ. ഈ ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ലൈൻ കട്ട് ചെയ്യുന്നു, അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ത്രികോണങ്ങളെല്ലാം നോക്കിയാൽ എന്താണ്, ഇതേ അവസ്ഥയാണ്. അതായത് ഈ ട്രയാങ്കിൾ എന്താണ്, ഇതിന് ഈക്വൽ ആണ്. ട്രയാങ്കിൾ 1 ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ 2 ആയിരിക്കും. അതായത് അതിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഈക്വൽ ആയിരിക്കും കേട്ടോ, ഏരിയ ഈക്വൽ ആയിരിക്കും. അടുത്ത 2ഉം 3ഉം നോക്കിയാലും ഇതേ അവസ്ഥ തന്നെ വരുന്നത്. ട്രയാങ്കിൾ 2 നോക്കി ഈക്വൽ ടു ട്രയാങ്കിൾ 3 ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതുപോലെ സൈഡ്സ് എന്താണ്, കോമൺ, പൊതുവായിട്ടുള്ള സൈഡ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള സൈഡ് ഉണ്ട് അല്ലേ. അടുത്ത് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ ആ ഒരു രീതി, ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കിയാൽ ഈ 4 ട്രയാങ്കിൾസ് എന്താണ്, പരസ്പരം ഈക്വൽ ആണ്. 1 2ന് ഈക്വൽ ആണ്, 2 3ക്ക് ഈക്വൽ ആണ്, 3 അതുപോലെ 2 എന്താണ്, 2 4ന് ഈക്വൽ ആണ്. ഓക്കെ, ട്രയാങ്കിൾ 2 ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ 4. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രയാങ്കിൾ 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈക്വലിൻ്റെ കേസ് നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്, ഈ സൈഡ് എന്തായിരിക്കും, ഈ സൈഡിന് ഈക്വൽ ആയിരിക്കില്ലേ. ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് ഈക്വൽ ആണ്. അതായത് ഈ മിഡ് പോയിന്റ് ഇതുവരെ വന്ന ഭാഗം, അതായത് AR എന്ന് പറയുന്ന ഭാഗം എന്താണ്, PQന് ഈക്വൽ ആണ്. ഓക്കെ, PQന് ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. സോ AR ഈസ് ഈക്വൽ ടു PQ, അല്ലെങ്കിൽ BR ഈക്വൽ ടു PQ ആയിരിക്കും. സിമിലർലി PR എന്തായിരിക്കും, ഈക്വൽ ടു CQ ഓർ BQ. AR ഈക്വൽ ടു PQ ഈക്വൽ ടു BR ആയിരിക്കും. അതുപോലെ തന്നെ ഈ PR എന്ന് പറയുന്നതോ ഈക്വൽ ടു CQ ഓർ ഈക്വൽ ടു BQ ആയിരിക്കും. സിമിലർലി RQ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, RQന്റെ ഈ പാരലായിട്ട് വരുന്നത് ഈ സൈഡ് ഉണ്ടോ,
പാരലോഗ്രാം ആയിട്ടാണ് ശരിക്കും അവിടെ വരുന്നത് അല്ലേ, സാമാന്തരികമായിട്ടാണ്. സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ എന്താണ്? തുല്യമാണ്. സാമാന്തരികമായിട്ടാണ്. അപ്പൊ അതിന്റെ എതിർവശങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം എന്ത്, ആർ ക്യു ഇസ് ഈക്വൽ ടു എന്താണ്, എ പി അല്ലെങ്കിൽ എന്താണ്, പി സി. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ വശങ്ങൾ എന്താണ്, നമ്മൾ ഈ വരയ്ക്കുന്ന അകത്ത് വരയ്ക്കുന്ന മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര, പാരലായിട്ട് വരുന്ന വരയില്ലേ, സൈഡില്ലേ, അതിന്റെ പകുതിയായിരിക്കും കേട്ടോ. അതിന്റെ പകുതി. കാരണം ഈ സൈഡ് ഇതിന് ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ രണ്ട് സൈഡും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും, ഇതിന്റെ ഡബിൾ കിട്ടില്ലേ. അല്ലെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ മൊത്തം സൈഡിന്റെ പകുതി എന്നുള്ള കോൺസെപ്റ്റ് കിട്ടില്ലേ. അതുപോലെ തന്നെ ദിസ് സൈഡ്, ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇത്രയും സൈഡ് എന്നല്ല, ഇത്രയും ഭാഗം ഇതിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഇരട്ടി കിട്ടും. അല്ലെങ്കിൽ ഈ സൈഡ് ആർ ക്യു എന്ന് പറയുന്നത് എന്താണ്, എ സി എന്ന് പറയുന്നതിന്റെ പകുതി ആയിരിക്കും. സിമിലർലി പി ആർ എന്ന് പറയുന്ന ഈ സൈഡ് എന്തായിരിക്കും, സി ക്യൂവിന് തുല്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ബി ക്യൂവിനും തുല്യമാണ്. അതിന്റെ അർത്ഥം എന്താണ്, പി ആറിന്റെ ഇരട്ടി ആയിരിക്കും എന്ത്, ബി സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ട്രയാങ്കിളിലെ മിഡ് പോയിന്റ്സിന് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും, തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും കേട്ടോ. തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. ഒരു ട്രയാങ്കിളിൽ അതിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും, അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കും എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ വരയ്ക്കുന്ന പി ക്യു ഈസ് ഹാഫ്, സിമ്പിൾ പറഞ്ഞാൽ എന്താണ്, പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി ആയിരിക്കും കേട്ടോ. അതുപോലെ ആർ ക്യു ഈക്വൽ ടു ഹാഫ്, ആർ ക്യൂവിന് പാരലൽ ഏതാണ്, എ സി. അതുപോലെ തന്നെ പി ആർ എന്തായിരിക്കും, പി ആർ ഇസ് ഈക്വൽ ടു ഹാഫ്, പി ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി സി ആയിരിക്കും കേട്ടോ. ഇതാണ് ഇതിൽ വരുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ അതിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും, രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് പാരലൽ ആയിരിക്കും. സിമിലർലി ആ വര എന്തായിരിക്കും, ആ മൂന്നാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കും കേട്ടോ. മൂന്നാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കും. സോ ദ ലൈൻ ഡ്രോൺ, the line which connects the midpoint of any two sides of a triangle is parallel to the third side and also its distance is half of the length of the third side. Okay, ഇതാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഏത് ത്രികോണത്തിലെയും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണ്. നമ്മൾ നേരത്തെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരച്ചാൽ പാരലൽ ലൈൻ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ, തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഇവിടെ എന്ത് പറയുന്നു, ഏത് ത്രികോണത്തിലെയും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ പകുതിയാണ്. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. ഹാഫ് ദ ലെങ്തും ആയിരിക്കും പാരലലും ആയിരിക്കും കേട്ടോ. അപ്പൊ അതിന് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, അനദർ വേ, ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമാണ്. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് two sides is parallel to third side and is half its the length. Okay, അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മധ്യഭാഗം അഥവാ മിഡ് സെക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി വരുന്നത് ഈ കോൺസെപ്റ്റിനൊക്കെ ഇതുവരെയുള്ള കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റ് മാത്രമല്ല ഇതുവരെ നമ്മൾ പഠിച്ച ഈ ചാപ്റ്ററിൽ പഠിച്ച കോൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.